ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ആദ്യം പുറത്തുള്ള പണികളൊക്കെ ചെയ്ത് വന്നിട്ടാണ് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് പണികളൊക്കെ പുറത്ത് ചെയ്തിട്ടാണ് വിറക് വരുത്തിടലും തിരുമ്പൽ കുളി മീൻ നന്നാക്കാണ്ടായിരുന്നു. മീൻ നന്നാക്കി വെച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് കയറിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ചോറും കറിയൊക്കെ വെക്കണത് ഇട്ടാ. പിന്നെ അതിലിടയ്ക്ക് ഞാൻ പോയിട്ട് ആടിനെ വിടലും വെള്ളം കാട്ടലും ഇല കെട്ടലൊക്കെ ചെയ്ത് പിന്നെ ഒക്കെ അടുപ്പത്ത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. തോനെ വിറകുള്ള കാരണം അടുപ്പത്ത്. മഴയാകുമ്പോഴാണ് കൂടുതലും ഗ്യാസുമ്മ ചെയ്യൽ, വെയിലുള്ളപ്പോൾ അടുപ്പത്താണ് ചെയ്യാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലോടും ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് ഉമ്മറ മാത്രം തുടച്ചിട്ടാ. അകങ്ങളൊക്കെ പിന്നെ തുടയ്ക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി ആട്ടുംകൂടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി പോയിട്ടാ. എന്നുവെച്ചാൽ ആട്ടുംകൂട് വേഗം വൃത്തിയാക്കി ഇടും. അഥവാ മഴ വരികയാണെങ്കിൽ വേഗം ആടിനെ കൂട്ടിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 1 മണിയാകുമ്പോഴേക്ക് കൂട്ടിലാക്കൂട്ടാ. ഞാൻ എൻ്റെ പണികൾ കഴിഞ്ഞ് ഇങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോഴേക്ക് തന്നെ ആടിനെയും കൂട്ടിലാക്കൂട്ടാ. പിന്നീടുള്ള തീറ്റയൊക്കെ കൂട്ടിലാണ് വെച്ച് കൊടുക്കുക. പിന്നെ ധൈര്യമായിട്ട് പുറത്തേക്ക് പുല്ലിനൊക്കെ പോകാമല്ലോ. അത് കാരണം നായ്ക്കൾ മറ്റതും പുറത്ത് കെട്ടിയാൽ എവിടേക്കും പോകാൻ പറ്റില്ല, നായ്ക്കൾ വരുമെന്ന് പേടിച്ചിട്ട്. അപ്പോൾ വേഗം കൂട്ടിലാക്കും എല്ലാവരെയും കേട്ടോ. പിന്നെ എന്താ പറയുള്ളത്, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും തുടർന്നു അങ്ങനെ തന്നെ വേണം. പിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ട് തുടങ്ങിയതാണ് കേട്ടോ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂട്യൂബ് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡും മക്കളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനിതിന് ഒരുങ്ങിയത് കേട്ടോ. ഞാൻ തന്നെയാണ് എല്ലതും വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യണമൊക്കെ കേട്ടോ, എഡിറ്റ് ചെയ്യണമൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ ചില വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. തന്നെ ചെയ്യുന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകളാണ് കാണുന്നത്. പിന്നെ എന്താ പറയുക, യൂട്യൂബ് ഉണ്ടെങ്കിൽ മനസ്സിനൊരു അങ്ങനെ ടെൻഷനൊന്നും വല്ലാതെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും ശ്രദ്ധ യൂട്യൂബിലേക്കാണ്. ഇങ്ങനെ എത്ര ആൾ കണ്ട്, എത്ര ലൈക്ക് കിട്ടി, അങ്ങനെയൊക്കെയുള്ളൊരു ശ്രദ്ധ യൂട്യൂബിലേക്ക് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നാളേക്കുള്ള വീഡിയോ എടുക്കണ്ടേ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് എപ്പോഴും. അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്കിതൊരു നല്ലൊരു മനസ്സിനൊരു സന്തോഷം കൂടി തോന്നിയിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് തുടങ്ങിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്ന് കാണുക എല്ലാവരും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ തന്നെ 1 മിനിറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാരും കണ്ടില്ല, അതാണ് ഇപ്പോൾ ഞാൻ അത് വീണ്ടും ഇട്ടത്. പാട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് പാട്ടുള്ള വീഡിയോ